A very good morning, all of you. First of all, I welcome our beloved chief guest, Gafur sir. He is a life skill trainer and a പ്രൊഫഷണൽ. ഇതിൽ നമുക്ക് ഒരുപാട് സ്കിൽസുകളും ടിപ്സുകളും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള. ആൻഡ് നെക്സ്റ്റ് ഐ വെൽക്കം അവർ പ്രിൻസിപ്പൽ മുജീബ് സർ. എല്ലാത്തിനും നമ്മുടെ കൂടെ ഏത് പ്രോഗ്രാമിനാണെങ്കിലും എല്ലാത്തിനും കൂടെ നിൽക്കുന്ന മുജീബ് സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ ഷെരീഫ് സർ, ഏത് പ്രോഗ്രാമിനും തിരക്കൾക്കിടയിൽ നമ്മൾക്കിടയിലോട്ട് ഇത്രയും ദൂരം ഏതിനും എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഷെരീഫ് സാറിനെയും ഹാർദ്രമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കേവലം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുന്ന ഒരു പ്രോസസ്സ് അല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സ്കില്ലുകളെ വളർത്തിയെടുക്കുന്നതിനുള്ള ഏറ്റവും അസുലഭമായ ഒരവസരമായിട്ട് വേണം അതിനെ കാണാൻ. നമ്മുടെ പാഷൻ എന്താണോ ആ പാഷനിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. പാഷനായിരിക്കണം നമ്മുടെ കരിയറായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അവിടെയാണ് നമുക്ക് ലൈറ്റനിങ് സാധിക്കുകയുള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും യുണീക്കാണ്, വ്യത്യസ്തമായ കഴിവുകളും അഭിരുചികളുമുള്ളവരാണ്. ഈ അഭിരുചികളെയും കഴിവുകളെയും കണ്ടെത്തി സാഹചര്യത്തിനനുസരിച്ച് വളരാൻ, ഉയരാൻ, അതിനെ പോളിഷ് ചെയ്ത് ഏറ്റവും മനോഹരമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. മെഡിക്കൽ ഫീൽഡാണ്. ആളുകളുടെ ആരോഗ്യവുമായി നേരിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ജോലിയിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് മാക്സിമം കഴിവുകൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം, എങ്ങനെയാണ് ഓരോ ടെസ്റ്റുകൾ ചെയ്യേണ്ടത് എല്ലാം നിങ്ങൾക്കറിയാം. അതിലുപരി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആളുകളോടുള്ള നിങ്ങളുടെ പെരുമാറ്റം. കാരണം ആളുകൾക്ക് രോഗം ബോധ്യപ്പെടുന്നതും അത് സുഖമാകുന്നതും ഈ ഡോക്ടറും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ അവരോട് ഇടപെടുന്ന രീതി കൂടി അനുസരിച്ചാണ് നമുക്ക് അവരെ ആശ്വസിപ്പിക്കാൻ കഴിയും, അവരെ ഭീതിപ്പെടുത്താൻ കഴിയും. നമ്മളൊരിക്കലും രണ്ടാമത് പറഞ്ഞ ഭീതിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തരുത്. ഇനിയും ഒരുപാട് ഉയരങ്ങൾ നിങ്ങൾക്ക് താണ്ടാനുണ്ട്. നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഫീൽഡിൽ ധാരാളം കൂടുതൽ ഉയരാം, ഒരുപാട് സാധ്യതകളുണ്ട്. മുജീബ് സാർ സൂചിപ്പിച്ചു കഴിഞ്ഞു, അതെല്ലാം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഡിഗ്രി നേടാനുള്ള സാഹചര്യം ഉപയോഗപ്പെടുത്തുക. അതുപോലെ ജോലിയിൽ തിളങ്ങാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് തന്നെ അഭിമാനമാകുന്നത് പോലെ നിങ്ങളുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഈ രാജ്യത്തിന് മൊത്തത്തിൽ ഒരു അഭിമാനകരമായ ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾ പ്രവേശിക്കുക. അല്ലാതെ ഈ ഡിഗ്രിയും കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ജോലി ചെയ്യാതെ ഇരിക്കരുത് എന്നുകൂടി ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നതോടൊപ്പം അള്ളാഹു ദൈവം ഭൂമിയിൽ ഇറക്കിയ ഏറ്റവും വലിയ സമ്പത്തുകളിലൊന്ന് മനുഷ്യനാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പത്തിൽ തന്നെ ഏറ്റവും നല്ലത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വമാണ്. ബാക്കിയുള്ളതൊക്കെ പിന്നീട് ഉണ്ടാവുന്നതാണ്. ഭൂമിയിലെ ഏറ്റവും മഹത്തായ നിധി എന്താണെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വമാണ്. നമ്മൾ വിചാരിച്ച പോലെ SBIൻ്റെ ഹെഡ് ഓഫീസോ അല്ലെങ്കിൽ ട്രഷറിൻ്റെ ഹെഡോ ഒന്നുമല്ല ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു വ്യക്തിൻ്റെ വ്യക്തിത്വമാണ്. അപ്പോൾ അത് എത്ര കണ്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നു ആ ലെവലിലേക്ക് ചിന്തിക്കണം. നിങ്ങളറിയാതെ നിങ്ങൾ അടുത്ത് എത്തുന്ന ആൾക്കാരിലേക്ക്, ജനങ്ങളിലേക്ക് അത് പകർന്നുകൊള്ളും. അറിയാതെ പകർന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, എൻ്റെ ഇൻട്രൊഡക്ഷൻ വായിച്ചപ്പോൾ സൂചിപ്പിച്ച ഒരു സംഭവം, ഒരുപാട് സ്കില്ലുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണേ. അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ട്രെയിനറാണ്. അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞോളൂ. സ്വബോധം, കറക്റ്റ് അതിൻ്റെ ഏറ്റവും ചുരുക്കിയിട്ടുള്ള അതിൻ്റെ കറക്റ്റ് മലയാളം. നമുക്ക് നമ്മളെ പറ്റിയുള്ള ബോധം, സ്വയം ബോധം, അഥവാ നമുക്ക് നമ്മളെ പറ്റി എന്തറിയാം. 10ാം ക്ലാസ് പഠിച്ചു, +2 പഠിച്ചു, 1 കൊല്ലം ഡിപ്ലോമ പഠിച്ചു, ചിലവർ 2 കൊല്ലം ഡിപ്ലോമ പഠിച്ചു, ചിലർ അതിൻ്റെ കൂടെ ബിവോക്ക് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിലൊക്കെ കൂടെയുള്ള ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഇടയിൽ നമ്മളെ പറ്റി പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ നമ്മളെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പഠിക്കാൻ നമ്മൾ വിടാറുണ്ട്. അവിടെയാണ് ഈ സ്വബോധം, സെൽഫ് അവയർനെസ് എന്നൊക്കെ പറയുന്നതാണ് ഏറ്റവും വലിയ സ്കില്ല് എന്ന് പറയാൻ കാരണം. നിങ്ങൾക്ക് സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലോ അല്ലേ? അപ്പം ഞങ്ങളുടെ ഭാഷയിൽ അത് പറയുമ്പോഴേ നമ്മുടെ തിങ്കിങ് ആൻഡ് ഫീലിങ്സ്, അവനവൻ്റെ തിങ്കിങ് ആൻഡ് ഫീലിങ്സ്. ഈ തിങ്കിങ് ആൻഡ് ഫീലിങ്സിലൂടെയാണ് വാക്കുകൾ ഉണ്ടാകുന്നത്, വേർഡ്സസ് ഉണ്ടാവുന്നത്. ആ വേർഡ്സസ് തന്നെയാണ് പ്രവൃത്തികളായിട്ട്, ആക്ഷൻസായിട്ട്
ആക്ഷൻ മാറുന്നത്. ഈ ആക്ഷനാണ് ഒരാൾക്ക് ഒരു ബിഹേവിങ് രീതി കൊടുക്കുന്നത്. ചിന്തകൾ, നമ്മുടെ ഫീലിങ്സ്, ഇത് വാക്കുകളായിട്ട് മാറുന്നു. ഈ വാക്കുകളാണ് പ്രവർത്തികളായിട്ട് മാറുന്നത്. ഈ പ്രവർത്തികളാണ് ഓരോ വ്യക്തിക്കും ഓരോ ബിഹേവിങ് രീതി തരുന്നത്. ഈ സ്ഥിരമായിട്ടുള്ള ബിഹേവിങ് ആണ് ഒരു ക്യാരക്ടറായിട്ട് മാറുന്നത്. അങ്ങനെ നമ്മളൊക്കെ ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് എൻ്റെ എളിയ ചോദ്യം. നിങ്ങൾക്കൊക്കെ നിങ്ങളറിയോ, നമ്മുടെ സെൽഫ് അവയർനെസ് ആണല്ലോ നമ്മുടെ സബ്ജക്റ്റ്. നിങ്ങൾക്കൊക്കെ നിങ്ങളറിയോ? അതുതന്നെയാണ് ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി. ആരെ പറ്റിയാണ് ചോദ്യം? ആരെ പറ്റിയാണ്? ആ തലയിൽ കിരീടം വെച്ചിരിക്കുന്ന നമ്മളെ പറ്റിയില്ലേ? അതിനല്ലേ കൃത്യമായിട്ട് സത്യത്തിലെ ആൻസർ പറയാൻ പറ്റേണ്ടത് അല്ലേ? ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അറിയോ? ഒരാൾ ഉത്തരം വന്നു ഇല്ല എന്ന്. നല്ല ഉത്തരമാണ് അത്. ചിലരുടെ ഉത്തരം ബ്രോ ഏറെക്കുറെ അറിയാവുന്നാവും, ചിലവർക്ക് അറിയുന്നാവും. ഇതൊക്കെ അതിൻ്റെ ശരി ഉത്തരങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിവരം, ഏറ്റവും വലിയ വിദ്യാഭ്യാസം അവനവനെ പറ്റിയുള്ള വിവരമാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ അക്കാദമിക് സംവിധാനത്തിൽ ഇതൊന്നും ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് ഇതുപോലത്തെ മുജീബ് സാറൊക്കെ പ്രത്യേകം ഇങ്ങനത്തെ ഒക്കെ ഒരു വേദിയിൽ വിളിച്ചു വരുത്തിയിട്ട് ആ ഒരു സ്കില്ലും കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളതുകൊണ്ട് ഇങ്ങനത്തെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പം നിങ്ങൾ അത് പഠിച്ചുകൊണ്ടിരിക്കാം. നമ്മളെ
ചെയ്ത സാറിന് കൃത്യമായ നന്ദി പറയുകയാണ്. സാറിനൊരു മൊമെൻറ്റോ മെഡി കോളേജിൻ്റെ വക പ്രസൻറ്റ് ചെയ്യുകയാണ്. കോളേജ് ഡയറക്ടർ ഷെരീഫ് സാർ നൽകുന്നു. അത് സ്വീകരിക്കാൻ വേണ്ടി സാറെ ഹൃദ്യമായി ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടോ ഞാനിത് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരണം. ഞാനിവിടെ കണ്ട ഒരു പിന്നെ ഭംഗി പറയട്ടെ, ഈ സർട്ടിഫിക്കറ്റാണ് കയ്യിലെത്തിയപ്പോൾ നിങ്ങൾ രാവിലത്തേക്കാളും സുന്ദരിമാരായിട്ടുണ്ട് എല്ലാവരും. അല്ല, നിങ്ങൾക്ക് ഫീൽ ചെയ്യണില്ലേ? അത് എല്ലാവരും ചിരിച്ചു. അപ്പോൾ നിങ്ങൾ ഈ സൗന്ദര്യം നിങ്ങൾ നിലനിർത്തണം ജീവിതത്തിലും. റെഡി? ഞാനൊരു കാര്യം പറയാം, നിങ്ങളൊന്ന് ഏറ്റു പറയോ? പഠിക്കും ഞങ്ങൾ, ഉറക്കെ പറയണം. പഠിക്കും ഞങ്ങൾ, പോരാടും ഞങ്ങൾ, ജീവിതത്തിൽ വിജയിക്കും ഞങ്ങൾ. ഞാൻ ഒന്നിച്ചൊന്ന് പറഞ്ഞ എല്ലാവരുടെയും പഠിക്കും ഞങ്ങൾ, ആടും ഞങ്ങൾ, ജീവിതത്തിൽ. താങ്ക് യു. അപ്പോൾ ഇനി എല്ലാവരും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു.
ഞങ്ങളുടെ സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും, പേരൻസിനും, ഗസ്റ്റ് ഇപ്പോൾ ഇവിടെ ഇല്ല, അവർക്കും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഞാൻ എൻ്റെ പേരിലും ഈ സ്ഥാപനത്തിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE.